അപ്പോൾ ഇന്നേക്ക് നമ്മൾ ഫിഷ് ബിരിയാണി വയ്ക്കാൻ പോകണം. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലത്തെ ഫിഷും കൊണ്ട് വേറെ സ്ഥലത്ത് അതിന് ശേഷം ബിരിയാണി വയ്ക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സവാള അരിഞ്ഞു, ബാക്കി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തട്ടി വെച്ചിട്ടുണ്ട്. എന്താ മീൻ പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കാം. അപ്പോൾ മീൻ ജസ്റ്റ് ഒന്ന് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് മീനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല ആക്കാം. ഓക്കെ, അതിനുശേഷം തക്കാളി അരിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നമ്മളവിടെ മീൻ ഒരു സെറ്റ് പൊരിച്ചെടുത്ത് അടുത്ത സെറ്റ് എരിഞ്ഞുകൊണ്ടിരിക്കണം, വറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ബസുമതി റൈസ് കഴുകി വേകാനിടാൻ പോവാം. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് വേകാനിടാം. ഓക്കെ, ഞാൻ ചട്ടത് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മസാല ഉണ്ടാക്കിയാണ്. ഉള്ളി മറ്റേ മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കുന്നതല്ല. എണ്ണ വെറുതെ വേസ്റ്റായി പോവില്ല. നല്ല ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഉള്ളി കാണിച്ചെടുക്കാൻ പറ്റും. ഇളക്കി വിടാം അല്ലേ? നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. വെങ്കായം വഴണ്ടി വന്നിട്ടുള്ള സവോള ഒന്ന് കാട്ടുന്നിട്ട് ഇതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് മല്ലി, രണ്ടുണ്ട്, മല്ലിയും പുതിനയും ഉണ്ട്. മസാല അല്ലേ, ബിരിയാണി മസാല. എൻ്റെ പുതിയ 2 ഐറ്റംസ് കൂടെ ഉണ്ട് ഇതിൽ. അതെന്താണെന്നുള്ള അറിയില്ല, നോക്കാം. ഇവിടുത്തെ മസാലയല്ലേ. മീൻകുരുവ അങ്ങനെ എന്താണ് ശരി. അപ്പോൾ അതുകൂടി നടക്കാറുള്ള ലേശം തൈര്, തക്കാളി രണ്ടും മിക്സ് ചെയ്യും. തൈരും തക്കാളി എല്ലാം കൂടെ മിക്സാക്കിയിരുന്നു. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി മീൻ മേലെ പരത്തിയിടുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അരി വേവിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ.
പ്രവാസികളുടെ അടുക്കളയാണ് കണ്ടില്ലേ. ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നാടെത്തിന് ഞങ്ങൾ. ഒരു വഴിയില്ല. അപ്പോൾ എണ്ണ തിളച്ചു. കുറച്ച് സവാള ഇന്മേൽ കൂടെ ഇടുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞതും പട്ട തീയൊന്നുമില്ല, ഈറ്റ കുറച്ച് കൊടുക്കുക. പട്ടത് ഇനി പട്ട, ഗ്രാമ്പ്, കച്ചോലം അങ്ങനത്തെ ഐറ്റംസ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതും അപ്പം റെഡി ആകുന്നുണ്ട്. നമ്മുടെ റൈസിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മീൻ ഇട്ടില്ല, അതിൻ്റെ ഫ്ലേവറും കൂടെ നമ്മളുണ്ട്. അതിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണം. കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് ഇങ്ങനെ വറ്റിക്കാൻ വേണ്ടി പോവാണ് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടച്ച് വയ്ക്കാം. ഇനി വെള്ളം തിളയ്ക്കാം. അപ്പോൾ വെള്ളം തിളച്ചു. ഇനിയിപ്പോൾ അരിയിടല് അരിയിട്ടു. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. നമുക്ക് ദമ്മിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ മേലേക്ക് ആവി പറക്കാണ്ടിരിക്കുക, ആവി പോകാണ്ടിരിക്കുക. ഇത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടെ ഒരു സാധനം ഇടാൻ മറന്നു. ഓക്കെ, മല്ലിയില ഇട്ടുണ്ട്. അപ്പോൾ അടച്ച് വയ്ക്കുക. ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് തന്നെ സംഗതി റെഡിയായിട്ടുണ്ട്. ഇപ്പം ഞാൻ ദമ്മിടാൻ പോവാണ്. ഓക്കെ, ഇല്ല, ഞങ്ങൾ വരാറുണ്ട്. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും വന്നിട്ടില്ല. ലെയർ ഫുള്ളാക്കുന്നിട്ട് നിർത്തിട്ടാ. അതാ കണ്ട വെറുതെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ആവി നിർത്ത്. കൈ പൊള്ളും ചെയ്തു. ചോറെടുത്ത് കൈ പൊള്ളി. ആ മതി മതി മതി. ഇല ഇടണം. മല്ലിയില, പുതിന ഒരു ലെയറായി. നല്ല പൊള്ളല പൊള്ളിയിട്ട് അത് ഈ നീറ്റലുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കണം. അതെ അതെ, അങ്ങനെ ബിരിയാണി റെഡിയായി. ബിരിയാണി റെഡി ചെയ്തോ സെർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ ആദ്യം തന്നെ കഴിച്ചു. അല്ല, ഇപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിച്ചു നോക്കട്ടെ. കഴിച്ചോട്ടെ, കഴിച്ചാ എന്താ കഴിച്ചോ? എന്നിട്ട് എങ്ങനെയുണ്ട്? നമ്മളുണ്ടാക്കി നമ്മൾ അഭിപ്രായമാണ് ശരിയല്ലല്ലോ. ഇല്ല, അടിപൊളിയായത്. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണതല്ല.